ആസ് എ സ്പിരിച്വൽ പേഴ്സൺ എന്ന രീതിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ മരണം നമ്മൾ എങ്ങനെ അതിനെ കാണണം? ഒരു സ്പിരിച്വൽ പേഴ്സൺ എന്നുള്ള നിലയ്ക്ക് എങ്ങനെ കാണണമെന്നല്ലേ ചോദിച്ചേ. അപ്പോൾ ഒരു സ്പിരിച്വൽ പേഴ്സൺ എന്നുള്ള നിലയ്ക്ക് എന്ന് പറയുമ്പോൾ ആ വ്യക്തി എങ്ങനെയാണ് സ്പിരിച്വൽ പേഴ്സണായ സ്പിരിറ്റുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട്, റൈറ്റ്? അതുകൊണ്ടല്ലേ സ്പിരിച്വൽ പേഴ്സൺ എന്ന് പറയുന്നത്. ആ വ്യക്തി എല്ലാ കാര്യങ്ങളെയും കാണുന്നത് ഏത് വ്യൂ പോയിന്റിലായിരിക്കും? സ്പിരിറ്റ് വ്യൂ പോയിന്റിലായിരിക്കും. അപ്പോൾ ഈ മരിച്ച വ്യക്തിയും എവിടെ മരിച്ചിട്ടുള്ളൂ? ശരീരത്തിലേ മരിച്ചിട്ടുള്ളൂ. സ്പിരിറ്റിലെപ്പോഴും അലൈവാണ്. അപ്പോൾ ഒരു സ്പിരിച്വൽ ആംഗിളിൽ നിൽക്കുന്ന ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മരണത്തെ വിശ്വസിക്കുന്ന ആളല്ല. അദ്ദേഹത്തിന് ശരീരത്തിലിരിക്കുമ്പോഴും ശരീരം വിട്ടാലും അദ്ദേഹം എപ്പോഴും സ്പിരിച്വലി അലൈവാണ്. അപ്പോൾ മരിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിലുള്ള മറ്റുള്ള ആൾക്കാർ കാണുന്നത് പോലെ സങ്കടമോ അല്ലെങ്കിൽ ദുഃഖമോ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു വേറൊരു തരത്തിലുള്ള ഇമോഷൻ ആ വ്യക്തിയെ അഫക്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ അതൊരു വേർപാടല്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ശാരീരിക ബോധത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് വേദനാജനകമാണ്, അതൊരു വേർപാടാണ് എന്നൊക്കെ പറയാം. പക്ഷേ സ്പിരിച്വൽ പേഴ്സൺ ഒരിക്കലും അങ്ങനെയല്ല. പലപ്പോഴും മൺമറഞ്ഞു പോയി എന്ന് പറയുന്ന വ്യക്തികളുമായിട്ടൊക്കെ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. സ്പിരിറ്റിൽ സെൻസ് ചെയ്യാറുണ്ട്, അവരുടെ പ്രസൻസ് സെൻസ് ചെയ്യാറുണ്ട്, ചില കാര്യങ്ങൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊരെന്തല്ല, ഒരു മരണം അല്ല. ഇപ്പോൾ നന്തങ്കോട് ഒരു കൂട്ടക്കൊല നടന്നു. ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു വ്യക്തി അപ്പനെയും അമ്മയൊക്കെ കൊന്നു. അവിടെയും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാർത്ത അനുസരിച്ച് മരണപ്പെട്ട് കഴിഞ്ഞാലും അപ്പനോടും അമ്മയോടൊക്കെ സംസാരിക്കാം എന്നുള്ള ലെവലിൽ. പിന്നെ റീസെൻ്റ്ലി നെടുമങ്ങാട് ഇതുപോലൊരു സംഭവം നടന്നു എന്ന് പറയുന്നു. ഈ പറയുന്ന വ്യക്തികളൊന്നും ആത്മാക്കളെടുത്ത് സംസാരിക്കുന്ന രീതി ശരിയല്ല, അല്ലെങ്കിൽ അവർ അവലംബിച്ചിരിക്കുന്ന രീതി ശരിയല്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓജോ ബോർഡിനെ കുറിച്ച് അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓജോ ബോർഡ് എന്ന് പറയുന്നതിനകത്ത് ഒരു സ്പിരിറ്റ് വന്ന് അതിനെ നീക്കിക്കൊണ്ട് പോകുന്നതൊന്നും അല്ല. അത് ശരിക്കും ഏതൊരു അടുത്തിടയ്ക്ക് ഒരു സിനിമ ഇറങ്ങിയായിരുന്നു. അതിനകത്ത് ഫസ്റ്റ് ഹാഫിനകത്ത് അവർ തന്നെ തള്ളിക്കൊണ്ട് പോകുന്നതാണ്. ഓക്കെ, സെക്കൻഡ് ഹാഫിനകത്ത് പിന്നെ വേറെ രീതിയിൽ കഥ ട്വിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഓജോ ബോർഡ് എന്ന് പറയുന്നതിനകത്ത് സ്പിരിറ്റ് വന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നതല്ല. പക്ഷേ അതിനകത്ത് കളിക്കുന്ന തീം എന്തിനെ ബേസ് ചെയ്തിട്ട്? സ്പിരിറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഏതോ ഒരു സ്പിരിറ്റ് വരുന്നു, ആ സ്പിരിറ്റ് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ആൻസർ പറഞ്ഞു തരുന്നു എന്നുള്ള രീതിയിൽ ആ കാര്യം പോകുന്നത്. സോ എന്ന് പറഞ്ഞതുപോലെ ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തികളൊക്കെ സ്പിരിറ്റുമായിട്ട് സംസാരിക്കുന്നു എന്ന് പറയുന്നത് പ്യൂർലി സ്പിരിറ്റുമായിട്ട് സംസാരിക്കുന്നതല്ല. അതവരുടെ മൈൻഡിനകത്തുള്ള ഇല്യൂഷൻസാണ്. അല്ലാതെ ഒരിക്കലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്പിരിറ്റുമായിട്ട് സംസാരിക്കാൻ പറ്റില്ല. സ്പിരിറ്റുമായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അതൊരു സ്പിരിച്വൽ പേഴ്സണ് മാത്രമേ പറ്റത്തുള്ളൂ. കാരണം അത് ഒരു 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 പ്യുവറായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസിയിൽ കണക്ട് ചെയ്ത് നിൽക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ അത് പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു ഒരു പകയോടുകൂടെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദുരുദ്ദേശത്തോടു കൂടെയോ അല്ലെങ്കിൽ ഒരു പൈശാചിക മോഡിൽ നിന്നുകൊണ്ടോ ഒന്നും അതിനെന്ത് ചെയ്യാൻ പറ്റത്തില്ല, അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ എന്തോ? അപ്പോൾ അപ്പനെ കൊന്നു, അമ്മയെ കൊന്നു, അല്ലെങ്കിൽ കാമുകയെ കൊന്നു, അല്ലെങ്കിൽ ഭാര്യയെ കൊന്നു, അല്ലെങ്കിൽ മക്കളെ കൊല്ലുന്നു, അത് സ്പിരിറ്റിലെല്ലാം പ്രാക്ടീസ് ചെയ്യാനാണെന്ന് പറയുന്നത് ശരിക്കും അതിനകത്തൊന്നുമില്ല. അത് ശരിക്കും ഒരു പൈശാചികമായിട്ടുള്ളൊരു ദുഷ്ടത നിറഞ്ഞൊരു ഹൃദയം എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ദുഷ്ടത നിറഞ്ഞ ഹൃദയത്തിനുടമകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ഒരു സ്പിരിറ്റിനോട് സംസാരിക്കാൻ പറ്റത്തില്ല. കാരണം ഈ ശരീരം വിട്ട് കഴിഞ്ഞാൽ സ്പിരിറ്റ് എന്ന് പറയുന്നത് ഒരു ഹോളിസ്റ്റിക് ഉള്ളത്തിൽ നിൽക്കുന്നൊരു അല്ലെങ്കിൽ ഒരു ഡിവൈൻ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ലൈഫിനെ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അതിനെ അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ.